എങ്ങനെയാണ് ഈ റോൾഡ് ഹെം ഫുഡ് ഉപയോഗിച്ച് ഒരു ഹെം ഫിനിഷ് ചെയ്യുന്നത്? ഞാൻ ബെൽ സ്ലീവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹെം ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി സ്റ്റിച്ച് ഞാൻ സ്ട്രൈറ്റ് സ്റ്റിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ ഇതിൽ ഫസ്റ്റ് വൺ. പിന്നെ സ്റ്റിച്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3.5, സ്റ്റിച്ച് ലെങ്ത്ത് ഞാൻ 2.2. സാധാരണ തയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലെങ്ത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെൻഷൻ ഞാൻ 3 ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഫാബ്രിക് റയോണാണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഒരു സ്ക്രാപ്പ് ഫാബ്രിക്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് വേണം ശരിക്കുള്ളതിലേക്ക് തയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ തയ്ക്കുമ്പോൾ നമ്മൾ ആ ജോയിൻറ്റിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് തയ്ക്കുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ 2-3 സ്റ്റിച്ചിങ്ങനെ കൊടുത്തിട്ട് ത്രെഡ് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും അത് തന്നെ ഇങ്ങനെ പ്രഷർ പൊട്ടിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ആ ത്രെഡിൽ പിടിച്ചിട്ടാണ് നമ്മൾ തയ്ക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ഭാഗം ആ ഫ്ലാപ്പ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരത്തക്ക വിധം വേണം വയ്ക്കാനായിട്ട്. ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് തയ്ച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് തയ്ക്കാൻ പറ്റും. പല സൈസിലുള്ള റോൾഡ് ഹെം ഫുഡുണ്ട്. ഞാനിത് സൈസ് 2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ആ തയ്യലായിരിക്കും വരുന്നത്. ഒരേ വീതിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫ്ലാപ്പ് പിടിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജോയിൻറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്തി ഒരു ലോങ് ത്രെഡ് ഇതുപോലെ ഇടുന്നു. എന്നിട്ട് നമ്മൾ ആ ഇട്ടിരിക്കുന്ന ത്രെഡിലായിരിക്കും സൂചി കോർത്തിട്ട് തയ്ച്ച് ഫിനിഷ് ചെയ്യുന്നത്. അവിടെ നൂലൊക്കെ എഴുന്ന് നിൽക്കണമെങ്കിൽ അത് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ട് ഇതുപോലെ മടക്കി വെച്ച് മറ്റേ ലെവലിൽ തന്നെ നമുക്ക് തയ്ച്ച് തീർക്കാം. നിങ്ങൾക്ക് കാണാം, നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഈ ബെൽ സ്ലീവ് ഹെം ചെയ്തിരിക്കുന്നത് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സെർവിങ്.